ഏകസത്യദൈവമായി യഹോവ എന്ന നാമമുള്ള നമ്മുടെ സ്വർഗീയ പിതാവിങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ നിന്നും ആശ്വാസപ്രദനും സഹായകനും വഴികാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തെങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സ്നേഹവും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരനായിരിക്കുന്ന മുഹമ്മദ് ഈസ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിട്ടാണ് ഈ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ദൈവദൂഷണം പറയുന്ന ഗ്ലോറിയസ് ഗോസ്പൽക്കാർ, ഈ രണ്ടു കൂട്ടരുടെയും ചോദ്യങ്ങൾ പഴയ ഉടമ്പടിയുടെ വയലൻസ്, ദൈവത്തിൻ്റെ ശിക്ഷാവധിയൊക്കെ ആയതുകൊണ്ട് ഒരുമിച്ച് മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നാം പറയാൻ വേണ്ടി പോകുന്നത്, ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നു. അതായത് ദൈവം പിതാവാം ദൈവമാണ്, സ്നേഹമാണ്, കരുണയും കൃപയും മനസ്സലിവും ദീർഘക്ഷമയും മഹാദയയുമുള്ള പിതാവാണ്. എന്നാൽ അവൻ അപ്പോൾ തന്നെ നീതിമാനായിരിക്കുന്ന ന്യായാധിപനാണ്. മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ നീതിക്ക് തക്കവണ്ണം അവൻ ന്യായം വിധിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് കണ്ടു കഴിഞ്ഞു. മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട 4 പാപങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. മനുഷ്യൻ്റെ പാപം പെരുകി അതിൻ്റെ പൂർണ്ണ അളവിലെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം കഠിനമാകും. ഇനി അവന് മാനസാന്തരമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 തരത്തിൽ 2 രീതിയിൽ മനുഷ്യൻ്റെ ഹൃദയം കഠിനമാക്കപ്പെടുന്നു എന്ന് വചനം പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം ദൈവസഭയോടുള്ള ഒരു ദൂതാണ്. 13-ാം വാക്യത്തിൽ, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ഇസ്രായേൽ മക്കൾ പാപങ്ങൾ ചെയ്ത് പാപത്താൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അവർക്ക് മാനസാന്തരമുണ്ടായില്ല, അവർക്ക് വിശ്വാസമുണ്ടായില്ല, ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചില്ല. അവർ ദൈവത്തിങ്കിൽ നിന്നും പിന്മാറി ശിക്ഷാവിധി അനുഭവിച്ചു. അതുപോലെ ദൈവസഭ പാപം ചെയ്യരുത്. അത് ശാരീരിക പാപമാകാം, മാനസികമാകാം, ആത്മീയമായ മാരകപാപങ്ങളാകാം. ഇവ ഒന്നും ചെയ്ത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടും. അവർക്ക് പിന്നെ മാനസാന്തരമുണ്ടാകുവാൻ, അനുതാപമുണ്ടാകുവാൻ സാധ്യതയില്ലെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റു ചില വേദവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്നെ ചില മനുഷ്യരുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു, ചില ജാതികളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു. എന്താ കാരണം? അവരുടെ പാപം പെരുകി അതിൻ്റെ പൂർണ്ണ അളവിലെത്തി പാപത്തിൻ്റെ ചതിയാൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. അഥവാ ദൈവം തന്നെ അവരെ കഠിനമാക്കി. ഇനി അവർക്ക് ന്യായവിധി മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന 1-2 വേദവചനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ഭർവോനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുകയാണ്. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഏകദേശം 20ഓളം പ്രാവശ്യം ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, യഹോവ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ കാരണം? ഫറവോൻ്റെയും ഈജിപ്തിൻ്റെയും പാപം പെരുകി അതിൻ്റെ പൂർണ്ണ അളവിലെത്തിക്കഴിഞ്ഞപ്പോൾ പാപത്തിൻ്റെ ചതിയാൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. ഇനി അവർക്ക് മാനസാന്തരമില്ല. ദൈവത്തിൻ്റെ അത്ര വലിയ പ്രവൃത്തി മിസ്രൈമിൽ കണ്ടിട്ടും ഫറവോന് യാതൊന്നും തോന്നിയില്ല, അനുതാപം തോന്നിയില്ല. അവൻ്റെ ഹൃദയം അവൻ തന്നെ കഠിനപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്.
പാപത്താൽ കഠിനപ്പെട്ടുപോയി. ദൈവം തന്നെ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. കാരണം ഇനി അവന് ന്യായവിധി മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ 400 വർഷക്കാലം നിന്റെ സന്തതി ഈജിപ്തിൽ അടിമയായിരിക്കും. അന്ന് അതിനുശേഷം ഞാൻ ആ ജാതിയെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ മുന്നറിവിൽ ഫറവോനുള്ള ന്യായവിധി 400 കൊല്ലങ്ങൾക്ക് മുമ്പേ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഈ വേദഭാഗത്ത് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും വിവരിപ്പാൻ സമയമില്ലല്ലോ. 2 കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന്, ദൈവത്തിന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും, അതിൻ്റെ 15-ാം വാക്യമാണ്, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതായത് ദൈവം സർവാധിപതിയായ ദൈവമാണ്, സോവറിൻ ഗോഡാണ്. അവൻ്റെ സർവാധിപത്യത്തിൽ അവൻ തനിക്കിഷ്ടമുള്ള ഏത് കാര്യവും ചെയ്യും. ഒരുവനോട് കരുണ തോന്നണം എന്ന് തോന്നിയാൽ അവൻ കരുണ കാണിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആ കരുണയും കനിവുമൊക്കെ വെളിപ്പെട്ടു വരുന്നത് അവൻ്റെ സ്നേഹത്തിൽ നിന്നാണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ തന്നെ അവിടെ ദൈവം ചിലരെ തെരഞ്ഞെടുക്കുന്നു, ചിലരെ ദ്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പും ചിലരെ തള്ളിക്കളയുന്നതും അത് ദൈവത്തിൻ്റെ ഫോർനോളജിൽ, മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. വിവരിപ്പാൻ സമയമില്ല. ദൈവം ചിലരെ മുൻ നിയമിക്കുന്നതും ചിലരെ തെരഞ്ഞെടുക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും കാര്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവിൽ ഇവരെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഏശാവ് ദൈവത്തിൻ്റെ മാർഗത്തിൽ വരുത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. യാക്കോബ് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു വരും, അവന് മാനസാന്തരം ഉണ്ടാകും എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അവൻ യാക്കോബിനെ തിരഞ്ഞെടുക്കുകയാണ്. അതവൻ്റെ ഫോർനോളജിൽപ്പെട്ട കാര്യമാണ്, മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ കരുണ കാണിക്കുന്നത്, കൃപ കാണിക്കുന്നത്, കനിവ് കാണിക്കുന്നത്, ദയ കാണിക്കുന്നത് അവൻ്റെ സർവാധിപത്യത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് പുറപ്പെടുന്നത് അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. എന്നാൽ ന്യായം വിധിക്കുന്നത്, ഫറവോനെ ന്യായം വിധിക്കുന്നത് അവൻ്റെ സർവാധിപത്യത്തിൽ നിന്നല്ല, മറിച്ച് അവൻ്റെ നീതിയുള്ള വിധിയിൽ നിന്നാണ്. പാപം പെരുകുമ്പോൾ, പാപം വർദ്ധിച്ച് അതിൻ്റെ പൂർണ്ണ അളവിലെത്തിക്കഴിയുമ്പോൾ ദൈവം തൻ്റെ നീതിക്ക് തക്കവണ്ണം ഒരുവനെ ന്യായം വിധിക്കും. ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി ഫറവോനെയും ഈജിപ്തിനെയും ന്യായം വിധിച്ചത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽപ്പെട്ട കാര്യമല്ല, അവൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ്. നീതിയുള്ള ന്യായവിധിയിൽപ്പെട്ട കാര്യമാണ്. ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തനിക്ക് തോന്നുന്നത് പോലെ ആരെയും ന്യായം വിധിക്കുന്നില്ല. പാപം നിമിത്തമാണ്. ആ പാപം പെരുകി അതിൻ്റെ പൂർണ്ണ അളവിലെത്തിക്കഴിയുമ്പോൾ മാത്രമേ അവൻ്റെ ഹൃദയം കഠിനമാകുന്നുള്ളൂ, അല്ലെങ്കിൽ ദൈവം ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നുള്ളൂ എന്ന് വചനം വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവം കൊടുത്ത സകല ന്യായപ്രമാണങ്ങളിൽ ലംഘിച്ച് പാപത്തെ വർദ്ധിപ്പിച്ചപ്പോൾ പാപത്തിൻ്റെ ചതിയാൽ അവരുടെ ഹൃദയം കഠിനമായി പോയി. മാത്രമല്ല, ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് അനേകമായ തിരുവെഴുത്തുകളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഇതേ വിഷയത്തെക്കുറിച്ച് യേശുക്രിസ്തു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ഈ കാര്യം വ്യക്തമായി ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ജനത്തോട് പ്രസംഗിച്ചതും മിക്കപ്പോഴും ഉപമകളിലൂടെ ആയിരുന്നു. അങ്ങനെ നിരവധി ഉപമകൾ
ജനത്തോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്ന് അവനോട് ചോദിച്ചു, മത്തായി 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ, പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അതിൻ്റെ മറുപടി ആ ഭാഗത്തുണ്ടെങ്കിലും ഞാൻ മർക്കോസിൽ നിന്ന് വായിക്കുകയാണ്. 4-ാം അധ്യായം 11-ാം വാക്യം, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മം ഉപമകൾ വഴിയായിരുന്നെങ്കിലും അത് പൂർണ്ണമായും ഗ്രഹിപ്പാൻ ശിഷ്യന്മാർക്ക് പ്രാപ്തിയുണ്ടായി, അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത്തിന് പ്രാപ്തിയുണ്ടായി. എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും അവർക്ക് മനസ്സിലായില്ല. അതിൻ്റെ കാര്യം പറയുകയാണ്, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. എന്താ കാരണം? അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടറിയാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരും. നമ്മൾ പൊതുവെ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഉപമകളായി പ്രസ്താവിച്ചത് അവർക്ക് നന്നായി ഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന അല്ല, അവർ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്, മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്താ കാരണം? ദൈവം അവരോട് ക്ഷമിക്കാതെയും അവരെ മനം തിരിയാതെയും ഇരിക്കാൻ വേണ്ടിയാണ്. അവർക്ക് മാനസാന്തരം ഉണ്ടാകാതിരിക്കുവാനും അനുദപിക്കാതിരിക്കുവാനും ക്ഷമിക്കാതിരിക്കുവാനും വേണ്ടിയാണെന്ന് യേശു കർത്താവ് പറയുകയാണ്. എന്താ കാരണം? ഇവരുടെ പാപം പെരുകി 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 അതിൻ്റെ പൂർണ്ണ അളവിലെത്തിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച്, ശ്രദ്ധിക്കണം, ദൈവം നീതിമാനായ ന്യായാധിപനാണ്. തൻ്റെ നീതിക്ക് തക്കവണ്ണം അവരെ ന്യായം വിധിച്ചേ മതിയാകൂ. അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. അതേ കാര്യം യേശു കർത്താവ് നാം നേരത്തെ വായിച്ച മത്തായി 13-ൽ യെശയ്യാവ് ഇതേ കാര്യം പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ്. അത് യെശയ്യാവിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. മത്തായി 13:14 വായിക്കുന്നു, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. യേശു കർത്താവ് 3 വർഷക്കാലം പ്രസംഗിച്ചിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന യഹൂദന്മാർക്ക്, പുരോഹിതന്മാർക്ക്, പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്ക് അത് ഗ്രഹിച്ചില്ല. കാര്യം അവർ തങ്ങളുടെ പാപത്തെ പെരുക്കി പൂർണ്ണതയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ന്യായവിധി മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം റോമർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ ലേഖനം മുഴുവനും, ഈ അധ്യായം മുഴുവനും 9, 10, 11 ഈ അധ്യായങ്ങളൊക്കെയും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. 7-ാം വാക്യം, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചിട്ടില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓഫ് ഗാഡ്, അതവൻ്റെ ഫോർ നോളജിൽ, മുന്നറിവിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, ഒരു കൂട്ടം ജനത്തിൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. എന്താ കാര്യം? അവർ പാപം ചെയ്ത് അവരെ പാപത്തെ പൂരിപ്പിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ ന്യായവിധി വരികയാണ്. മാത്രമല്ല, ദൈവം തന്നെ അവരുടെ ഹൃദയത്തെ കഠിനമാക്കുകയാണ്. 8-ാം വാക്യം, ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ദാവീദ് പറയുകയാണ് 9-ാം വാക്യത്തിൽ, അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടുപോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയണമേ. എന്താ കാരണം? അവർ പാപം ചെയ്ത് പാപം പൂരിപ്പിച്ചിരിക്കുകയാണ്.
പാപത്തിൻ്റെ ചതിയാൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. എത്ര വചനം കേട്ടാലും അവർക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ദൈവം ഏതു മനുഷ്യനും മാനസാന്തരപ്പെടുവാൻ, അനുദപിക്കുവാൻ തൻ്റെ ദയയും കൃപയും കരുണയും മനസ്സലിവും കൊടുത്തുകൊണ്ടിരിക്കും. വ്യത്യസ്തമായ ദൈവിക മാർഗങ്ങളിലൂടെ ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇന്ന് ഞങ്ങളെപ്പോലുള്ള സുവിശേഷകന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ കടന്നുപോയി ദൈവത്തിൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമ, നിത്യജീവൻ, നിത്യരക്ഷ, നിത്യ തേജസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ദൗത്യം അതാണ്. പക്ഷേ എത്ര കേട്ടിട്ടും മനുഷ്യന് വിശ്വാസം വരുന്നില്ല. അവൻ്റെ ഹൃദയത്തിന് മാനസാന്തരമുണ്ടാകുന്നില്ല, അനുതാപമുണ്ടാകുന്നില്ല. കാരണം അവൻ്റെ ഹൃദയം പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ദൈവം എല്ലാ മനുഷ്യർക്കും അവസരം കൊടുക്കുകയാണ്. ദൈവികമായ മാർഗത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, തിരുവചനത്തിലൂടെ, സഭയിലൂടെ, മറ്റ് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സകല മനുഷ്യർക്കും അനുതാപത്തിനും മാനസാന്തരത്തിനും ദൈവം തൻ്റെ ദയ കൊടുത്തുകൊണ്ടിരിക്കുന്നു, കരുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു, മനസ്സലിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ദീർഘക്ഷമയോടെ ദൈവം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുവൻ വിശ്വസിച്ചാൽ ഇനി അവൻ്റെ പാപത്തിന് ശിക്ഷയായ മരണമില്ല. പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവന് നിത്യജീവനുണ്ട്, നിത്യ ആത്മാവുണ്ട്, നിത്യ തേജസ്സുണ്ട്, നിത്യമായ ദൈവരാജ്യം അവന് ലഭ്യമാണ്. എന്നാൽ വിശ്വസിക്കാത്തവർ, ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്നവർ, മനുഷ്യൻ്റെ പാപം പെരുകി, ഈ ലോകത്തിൻ്റെ പാപം പെരുകി മനുഷ്യൻ പാപത്തെ പൂരിപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല അനേക ലേഖനങ്ങളിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നിത്യമായ നരകത്തിൻ്റെ ന്യായവിധി ഉണ്ടെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം സ്നേഹവാനാണ്, സ്നേഹമുള്ള പിതാവാണ്, കരുണയുള്ള പിതാവാണ്, കൃപയുള്ള പിതാവാണ്, ദീർഘമായി ക്ഷമിക്കുന്നവനാണ്. പക്ഷേ മനുഷ്യൻ തൻ്റെ പാപത്തെ വിട്ട് തിരിയുന്നില്ലെങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ പാപം പൂരിപ്പിച്ച്, ലോകത്തിൻ്റെ പാപം പൂരിപ്പിച്ച് അതിൻ്റെ പൂർണ്ണ അളവിലെത്തുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള ക്രോധം വെളിപ്പെടും, നീതിയുള്ള കോപം വെളിപ്പെടും. ഈ തൻ്റെ ഏകജാതനായ പുത്രനെ ന്യായം വിധിച്ചതിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദമിനെ മാത്രമല്ല, മറ്റ് മനുഷ്യന്മാരെ മാത്രമല്ല ദൈവം ന്യായം വിധിച്ചത്. അവരൊക്കെ ന്യായം വിധിച്ചത് പാപം നിമിത്തമാണ്. എന്നാൽ പാപം ചെയ്യാത്ത തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിപ്പാൻ അവനെ പാപമാക്കിയപ്പോൾ, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ മേൽ പാപം ചുമത്തി അവൻ്റെ മേൽ പാപം കണ്ടപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ നീതിമാനായ ന്യായാധിപൻ്റെ പാപത്തിനെതിരെയുള്ള ഉഗ്രമായ ന്യായവിധി, ക്രോധം തൻ്റെ പുത്രൻ്റെ മേലും ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപനിമിത്തം, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ന്യായവിധി അവൻ്റെ ശരീരത്തിൽ കൊടുത്ത് കാൽവരി ക്രൂശിൽ അവനെ തകർത്തു കളഞ്ഞു, അവനെ മരണത്തിനായി ഏൽപ്പിച്ചു. ആദം പാപം ചെയ്താലും തൻ്റെ ഏകജാതനായ പുത്രൻ്റെ മേൽ പാപം കണ്ടാലും രണ്ടുപേരെയും ഒരുപോലെ ന്യായം വിധിച്ചതിലൂടെ താൻ നീതിമാനായ ന്യായാധിപനാണെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ഐ റിപ്പീറ്റ്, മനുഷ്യൻ പാപം ചെയ്താലും പാപം ചെയ്തിട്ടില്ലാത്ത തൻ്റെ പുത്രൻ്റെ മേൽ പാപം കണ്ടാലും രണ്ടു കൂട്ടരെയും ഒരുപോലെ ന്യായം വിധിച്ചതിലൂടെ താൻ നീതിമാനായ ന്യായാധിപനാണെന്ന് ഈ ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ തൻ്റെ നീതിയെ അവൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. മാത്രമല്ല, ഇനി ആരെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ദൈവം തികച്ച ഈ നീതിയുള്ള ന്യായവിധിയിൽ
യേശുക്രിസ്തുവിൽ തികച്ച രക്ഷയിൽ വീണ്ടെടുപ്പിൽ വിശ്വസിച്ചാൽ തൻ്റെ നീതി അവന് ദാനമായി കൊടുത്ത് അവനെ നീതീകരിച്ച് പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കി അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി അവനെ സ്വർഗത്തിൻ്റെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രൂശിൽ ദൈവം നിവർത്തിച്ച ഈ യാഗത്തിൽ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തൻ്റെ നീതിദാനമായി കൊടുത്ത് അവനെ നീതീകരിച്ച് പാപം ചെയ്തിട്ടില്ലാത്തവനായി കണക്കാക്കി അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് അവനെ തൻ്റെ നീതിമാനായി പ്രഖ്യാപിക്കുക. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതിമാനായി തീർന്ന് ദൈവിക രക്ഷയും ദൈവികമായ ജീവനും നിത്യജീവനും നിത്യരാജ്യമൊക്കെ പ്രാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിലെ നീതിമാനായ ദൈവത്തിൻ്റെ ന്യായവിധി കണ്ടിട്ട് നിങ്ങൾ ഇടറിപ്പോകരുതേ. വചനത്തെ വിശ്വസിച്ചാട്ടെ. ഈ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പരിജ്ഞാനം തരട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഭാഗം കാണാം. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ഓൾ.